ഇന്നത്തേത് എൻ്റെ ഈദ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഈദൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ഈദിന് ഡ്രസ്സ് എടുക്കാൻ പോയത് പെരുന്നാളിൻ്റെ തലേന്ന് 11 മണിക്കാണ്. വെരി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആയിരുന്നു എൻ്റെത്. ഞാൻ യൂഷ്വലി ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കാറ്. ഈ ജീൻസും ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. ഇതാണിപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജീൻസ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കണമല്ലോ എന്നുള്ള ഒരു ബോധം വന്നപ്പോഴേക്ക് ടു ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുള്ള സമയവും ഇല്ലായിരുന്നു. നോമ്പ് നോറ്റ് ഡ്രസ്സ് എടുക്കാൻ വരാൻ മടിയുമായി. അങ്ങനെയാണിത് വെരി ലാസ്റ്റ് മിനിറ്റിൽ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടമാവുന്നതൊന്നും സൈസ് കറക്റ്റിന് കിട്ടുന്നില്ലായിരുന്നു. സൈസ് കറക്റ്റിനുള്ളത് ഇഷ്ടമാവുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് 2 ഫൈനലൈസ് ചെയ്തിട്ട് ട്രയൽ റൂമിൽ വന്നതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്ക് 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേന്നായതുകൊണ്ടായിരിക്കണം ഭയങ്കര 12 മണി ആയ പോലെയൊന്നും ഇല്ലായിരുന്നു. റോഡിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി മതി, കയ്യിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇടാമെന്നായിരുന്നു. പക്ഷേ ഉമ്മ പറഞ്ഞു വേണ്ട, ഞാനും വരാം, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു. ഇനി മൈലാഞ്ചി ഇടണം. ഇത് കഴിഞ്ഞ പെരുന്നാളിൻ്റെ മൈലാഞ്ചി. അതിന് ചോക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം ഞാൻ ഉപ്പാനോട് വാങ്ങിക്കാൻ പറയാൻ മറന്നുപോയി. ഇപ്പോൾ പോയപ്പോൾ വാങ്ങിച്ചാൽ മതിയായിരുന്നു, അപ്പോഴും അതും മറന്നു. ഇത് ചോക്കുമെന്നറിയില്ല. എന്തായാലും ഒരു സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ഡിസൈന് ഇടുന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 12:45 എന്തോ ആയി. അപ്പോൾ നാളെ രാവിലെ 6:30 എണീക്കണം, പള്ളിയിൽ പോകാനെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ലാണ്ടിരുന്ന് തലപോകുന്ന ആലോചിച്ച് വലിയ ഡിസൈനൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ എണീക്കില്ല. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റൊക്കെ നോക്കി ഉള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരൊക്കെ എനിക്ക് നന്നായി മൈലാഞ്ചി ഇടാൻ അറിയുന്നുണ്ടാവുമെന്ന് അസ്യൂം ചെയ്യാറാണ് കേട്ടോ അധികവും. ചിത്രമൊക്കെ വരക്കാറില്ലേ, അപ്പോൾ അതും അറിയുന്നുണ്ടാവില്ലേ എന്നൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയൊന്നുമില്ല കേട്ടോ മൈലാഞ്ചി ഇടാൻ. വേറെ ഡിസൈനൊക്കെ നോക്കി അതുപോലെ വരക്കാനൊക്കെ പറ്റും. അതും കുറേ സമയമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ അറിയുള്ളൂ. അങ്ങനെ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് മൈലാഞ്ചി ഇടാൻ ഞാൻ പഠിച്ചിട്ടില്ല. മേ ബി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുവരെ ഇതുപോലെയുള്ള ടൈനി, അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഡിസൈൻസൊക്കെ ചെയ്തിങ്ങനെ പോവുകയാണിപ്പോൾ. അങ്ങനെ കറക്റ്റ് 5:30 എണീറ്റിട്ടുണ്ട് കേട്ടോ. അലാം അടിയുന്നതിൻ്റെ മുന്നേ തന്നെ അറിയാണ്ട് ഉണർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ അടർന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഡ്രൈ ആയിട്ട് കയ്യിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് കുളിച്ചിട്ട് 6:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് എത്താൻ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പാൽപ്പേടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടി വരണം. ഇത് എൻ്റെ ഉമ്മ ഉംറയ്ക്ക് പോയപ്പോൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രയർ മാറ്റായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളർ മാറ്റാണ്. അങ്ങനെ ഈദ്ഗാഹ് കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ നിന്നു കുറച്ച് നേരം. ഉമ്മാൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. നമ്മുടെ വീട്ടിൽ പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എപ്പോഴും ഉണ്ടാവാറ് അടയാണ് കേട്ടോ. തേങ്ങയും ചക്കരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന പൂവട. അതാണ് പെരുന്നാൾ ബ്രേക്ക്ഫാസ്റ്റ്. മുല്ലപ്പൂവ് ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, മുട്ട് അങ്ങനെ
ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഈ ഡ്രസ്സ് ഇഷ്ടമാവാൻ കാരണം ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്, പ്ലസ് പാൻറ്റിനും പോക്കറ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ആഭരണപ്പെട്ടി. ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് വളയും കമ്മലും ഒക്കെ വാങ്ങിക്കാനുള്ളൊരു ഒരു ഹാബിറ്റൊക്കെ തുടങ്ങിയത്. വളരെ അടുത്തായിട്ടാണ് കേട്ടോ. ആദ്യമൊന്നും അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ വാച്ചാണ് കേട്ടോ. ഇത് 10-30 വർഷത്തെ പഴക്കമുള്ള വാച്ചാണ്. ഉപ്പ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഉമ്മാക്ക് കെട്ടിക്കൊടുത്ത വാച്ചാണ്. അപ്പോൾ ജ്വല്ലറീനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ റീസെൻ്റായിട്ട് തുടങ്ങിയ വേറെ 2 ഇഷ്ടങ്ങളാണ് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബേസിക് സിമ്പിൾ സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് വാസ്ലീൻ്റെ ഒരു ബോഡി ഓയിലാണ് കേട്ടോ. നമ്മൾ സ്കിന്ന് ഡാമ്പായിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാണ് ഒന്നുകൂടെ നല്ലത്. നല്ല സ്മെല്ലുമാണ്, അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസ്ഡ് ഒരു ഗ്ലോ ഉണ്ടാവും. ഇത് പാൻറ്റീൻ്റെ മാജിക് വാട്ടർ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ലീവ് ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രിസൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞിട്ട് സൗദിയിൽ നിന്ന് കൊണ്ടു വന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാനത് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഐലൈനറാണ് കേട്ടോ. എനിക്കൊരു സിംഗിൾ സ്ട്രോക്കിൽ അധികം കട്ടിയില്ലാണ്ട് എഴുതുന്നതാണ് ഇഷ്ടം, ചെറിയൊരു വിങ്ങൊക്കെ ഇട്ടിട്ട്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് മസ്കാരയാണ് കേട്ടോ. മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിഗ്നിഫിക്കൻറ്റ് മാറ്റമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുകയാണ് നല്ലത്. ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരച്ച പോലെ അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോ കണ്ടിട്ട് പഠിച്ചതാട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല. ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് അധികം എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ലിങ്കൊക്കെ താഴെ കൊടുക്കാം. പിന്നെ ഞാൻ ഐ ഷാഡോ ഇടാൻ നോക്കിയതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേ ബി ഐലൈനർ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ പിന്നെയാണ് ഐഡിയ വന്നത്. നെക്സ്റ്റ് ബ്ലഷാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മേക്കപ്പ് ഐറ്റം എന്ന് പറയുന്നത്. ഇതെനിക്ക് ബാക്കി ഐലൈനറോ എന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു സാധനമായിരുന്നു. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് വാങ്ങിയ സാധനമല്ല, ബട്ട് ഐ ഫെൽ ഇൻ ലവ്. അപ്പോൾ മേക്കപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ. വെരി ബേസിക് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ വെരി ബേസിക് ആൻഡ് അഫോർഡബിൾ പ്രൊഡക്ട്സ് മാത്രമേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കുന്ന വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു മിറർ സെൽഫി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്രാവശ്യം ഇവിടെ നെയ്ച്ചോറും മട്ടൻ കറിയാണ് കേട്ടോ ആക്കിയത് ലഞ്ചിന്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ചെറിയ കേക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ കൊടുന്നതായിരുന്നു. യൂഷ്വലി അങ്ങനെ പെരുന്നാൾ കേക്കൊന്നും കട്ട് ചെയ്യാറില്ല. അപ്പോൾ ഫെലസാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എപ്പോൾ കേക്ക് കൊടുന്നു കഴിഞ്ഞാലും കേക്ക് കട്ടർ ഫെലസാണ്.
How do you make a weird face? No, really cute face. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ എളപ്പാര വീട്ടിലൊക്കെ പോയി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റതല്ലായിരുന്നോ. പിന്നെ ഇതിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു നാപ്പ് നിർബന്ധമാണല്ലോ. ചെറിയ നാപ്പേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നെങ്കിലും പിന്നെ എഴുന്നേറ്റപ്പോഴേക്ക് രാത്രിയായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും എൻ്റെ ബ്രദർ കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫെലസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പറയുമെങ്കിലും അവന് ഭയങ്കര പേടിയുമാണ് കേട്ടോ. പൂത്തിരിയൊക്കെ കയ്യിൽ വാങ്ങാനും കൂടി പേടിയാണ്. എന്നാലും അത് കാണുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുടിക്കാത്ത പായസം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് അത് കുടിക്കാൻ പറഞ്ഞതാണ്. നല്ല പായസമായിരുന്നു കേട്ടോ. ചെറിയ ആൾക്കും അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്നതൊക്കെ പൊട്ടുമ്പോഴാണ് ഭയങ്കര പേടി. പൂത്തിട്ടൊന്നും അത്ര പ്രശ്നമില്ല, എന്നാലും അടുത്ത് അത്ര ഇഷ്ടമില്ല. അപ്പം നല്ല ഫൺ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫയർ വർക്ക്സോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.